അതിരുവിടുന്നു. കർണാടക ഈ പോക്കാണ് പോകുന്നതെങ്കിൽ മലയാളികൾക്കും തിരിച്ചടിക്കാൻ അറിയാം. പക്ഷേ സമയവും സന്ദർഭവും അതിന് യോജിച്ചതല്ലാത്തത് കൊണ്ടും നിങ്ങളെക്കാൾ അത്യാവശ്യം ചിന്തിക്കുന്നത് കൊണ്ടും മലയാളികൾ ഇപ്പോൾ അതിന് തയ്യാറാകുന്നില്ല. പക്ഷേ പണി മലയാളികൾക്ക് തരാൻ അറിയാം. കർണാടക കേരളീയരെ ഒരു പാകിസ്ഥാനായി കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് എങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് മലയാളികളെ തന്നെ വെറുക്കുന്ന കർണാടക സർക്കാരിന്റെ പച്ചയായ മുഖത്തിന്റെ അമ്പരിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് രണ്ടുപേർക്ക് ചികിത്സ നിഷേധിച്ച് രണ്ടുപേർ മരിക്കാനിടയായത്. അതായത് കർണാടക സർക്കാർ കൊന്നുതള്ളി എന്ന് വേണം പറയാൻ. ഇപ്പോഴിതാ അതിനേക്കാൾ വേദനാജനകമായ ഒരവസ്ഥ. അതായത് ഇവിടെ മലയാളികൾ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതിമുട്ടുന്ന സാഹചര്യത്തിൽ, അതായത് പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് മലയാളികൾ കാത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ മൈസൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരികയായിരുന്ന പച്ചക്കറി ലോറിയെ കേരളത്തിന്റെ അതിർത്തി പ്രദേശത്ത് വെച്ച് BJP നേതാക്കളും അവരുടെ പ്രവർത്തകരും ചേർന്ന് ആ ലോറിയെ തല്ലിപ്പൊളിക്കുകയും ലോറിയിൽ ഉണ്ടായിരുന്ന പച്ചക്കറികൾ നിലത്തേക്ക് വലിച്ചെറിയുകയും ലോറി ഡ്രൈവറെയും കൂടെയുണ്ടായിരുന്ന സഹായിയെയും ക്രൂരമായി അതിർത്തി പ്രദേശത്ത് വെച്ച് BJP നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തല്ലിച്ചതക്കുകയും ചെയ്തു. കേരളത്തിലേക്ക് ഒരു കോപ്പും ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട, കേരളക്കാർ കർണാടകയിൽ നിന്നുള്ള വിഭവങ്ങൾ കഴിക്കേണ്ട, പച്ചക്കറികൾ കഴിക്കേണ്ട, ഞങ്ങളൊന്നും അങ്ങോട്ടേക്ക് അനുവദിച്ചു തരില്ല എന്ന ധാർഷ്ട്യത്തോടു കൂടിയാണ് BJP നേതാക്കൾ മലയാളികളുടെ ലോറിയും പച്ചക്കറിയും തല്ലി തകർക്കുകയും തെരുവിലേക്ക് വലിച്ചെറിയുകയും ചെയ്തത്. വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വാർത്ത നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. കാരണം ഇങ്ങനെയൊരു ദ്രോഹം ചെയ്യാൻ മനുഷ്യത്വം ഇല്ലാത്തവർക്കേ സാധിക്കുകയുള്ളൂ. മലയാളികളെ എന്തിനാണ് ഇങ്ങനെ ഒരു വെറുപ്പിന്റെ മുഖത്തോടു കൂടി കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾ സംഘികളെ വെറുക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയൊരു സ്വഭാവ രീതി മലയാളികളോട് കാണിക്കുന്നുള്ളത്. കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ഒരു വൃദ്ധയായ സ്ത്രീ, 75-കാരിയായ പാത്തിഞ്ഞ എന്ന് പറയുന്ന ഒരു വൃദ്ധയായ നമ്മുടെയൊക്കെ അമ്മയുടെ മുത്തശ്ശിയുടെ പ്രായമുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് അതിർത്തിയിലെത്തിയ സമയത്ത് കർണാടക പോലീസ് ചികിത്സ നിഷേധിക്കുകയായിരുന്നു. അതിനു മുൻപ് ഹമീദ് എന്ന് പറയുന്ന ഒരു ആസ്മ രോഗിക്കും ഇതേപോലെ കർണാടക പോലീസ് ചികിത്സ നിഷേധിക്കുകയായിരുന്നു. അവരുടെ വാഹനം അതിർത്തി കടന്നു പോകാൻ അവർ അനുവദിച്ചില്ല. ഇപ്പോൾ ഇതാ ഒരു ലോറി ഡ്രൈവറെയും അതിലുണ്ടായിരുന്ന പച്ചക്കറിയെയും ലോറിയെയും അവർ ആക്രമിച്ചിരിക്കുന്നു. ഇത് അപകടകരമായ ഒരു സാഹചര്യത്തെ തന്നെയാണ് വിളിച്ചോതുന്നത്. മലയാളികൾക്ക് നല്ല പണി തരാൻ അറിയാം. കാരണം ആ പണിക്ക് നിലവിലുള്ള സന്ദർഭം യോജിച്ചതല്ല എന്നുള്ളത് കൊണ്ട് മലയാളികൾ ഇതൊന്ന് കഴിയട്ടെ, ഈ കൊറോണ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ യെദ്യൂരപ്പ ഇനി എപ്പോഴൊക്കെ നാട്ടിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാൻ നിങ്ങളൊക്കെ ശ്രമിക്കുമല്ലോ, അപ്പോഴൊക്കെ മലയാളികളുടെ പ്രതിഷേധം നിങ്ങളെ നേരിട്ടറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഇതിന് മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാകാൻ പാടില്ല. ജനാധിപത്യ മര്യാദയിൽ ഒരു തിരിച്ചടി നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.